ഓരോ യഥാർത്ഥ ആലിമും ഉഹ്റവിയായ ആലിമിനും 400-ൽ പരം അല്ല 4000-ൽ പരം എന്ന പല ഗ്രന്ഥങ്ങളിലും പല രൂപത്തിലുണ്ട്. ഓർക്കെല്ലാവരും ശഫാഅത്ത് ചെയ്യാനും എല്ലാവരും ശുപാർശ ചെയ്ത് കൊണ്ടുപോകാൻ അധികാരമുണ്ടെങ്കിൽ ആ ആലിമീങ്ങൾക്ക് എപ്പോഴും അവർക്ക് നമ്മളിപ്പോൾ ഓടി നടക്കാൻ കഴിയുമോ? ദർസ് നടത്തണ്ടേ, കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഇവിടെ ഇൽമ നിൽക്കണമെങ്കിൽ ഇപ്പൊ നമ്മളെ പോലത്തെ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായി വരണമെങ്കിൽ ഒരു ദർസ് നടത്തി തരണ്ടേ, വലിയ കിതാബുകൾ ഹല്ല് ചെയ്ത് തരണ്ടേ? പോൽക്ക് ഓടി നടക്കാൻ കഴിയുമോ? കഴിയൂല. അപ്പോൾ നമ്മളിട്ടാണെങ്കിലോ ആലിമീങ്ങളായിട്ടുണ്ടോ? ഇല്ല. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്ത്, നിങ്ങൾ എന്തെല്ലാം ഭരണാധികാരിയായി നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ എന്തെല്ലാം നിറവേറ്റി എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആലിമീങ്ങൾ പറയും, ഞാൻ 11,000 സഖാഫികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സുൽത്താനുൽ ഉലമ ശൈഖുനാ എ.പി. ഉസ്താദ് പറയും. അതുപോലെ തന്നെ നമ്മൾ കോട്ടൂർ ഉസ്താദ് പറയും, നല്ല കിടയിട്ട് ഒരു ഒറ്റ മൊയിലാരെ ഞാൻ ഉണ്ടാക്കിയിന് പൊന്മള ഉസ്താദ്. ആരാ പൊന്മള ഉസ്താദ്? കുറെ ഞാൻ ഉണ്ടാക്കിയിരുന്നെന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും, നമുക്കും പറയണ്ടേ? എന്താ നമ്മൾ പറയാ? ഇന്നോട് അള്ളാന്റെ റസൂലും എന്താണോ ഖുർആനും പറഞ്ഞത് പറഞ്ഞ പരിപാടി ഒരു പ്രസ്ഥാനമുണ്ട്. ഓല് പറഞ്ഞ പദ്ധതി എന്താണെന്നൊന്നും എനിക്ക് നോട്ടില്ല. അന്ധത തന്നെ മുഅ്മിനീങ്ങളെ, അന്ധത തന്നെ. നമുക്കതിനെ കുറിച്ച് അറിയണ്ട, ഇൽമില്ല പോട്ടെ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയില്ലെങ്കിൽ അറിയുന്നത് ചെയ്യുന്നതിനോട് കൂടെ അങ്ങോട്ട് കൂടാ. അങ്ങനെ കൂടുമ്പോ അൽ മർഉ മഅ മൻ അഹബ്ബ. നീ ആരെ പ്രിയം വെച്ചോ അവരോടുകൂടെയായിരിക്കും നിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ സംശുദ്ധമായ ജീവിതം നാം കെട്ടിപ്പടുക്കണം. അത് നിങ്ങൾ വിചാരിക്കരുത്, ഇതിനിപ്പം പോയാലും എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാലോ ഞാൻ ഫുള്ള് പോയി പൂവംപുസകൂല ഞാൻ പെട്ടിയില്ല, അങ്ങനെയല്ല വിചാരിക്കേണ്ടേ. തെറ്റ് ചെയ്ത ഉടനെ റബ്ബേ ഇനി ഞാൻ പോകൂല. ഇമാം നബവി തങ്ങൾ എന്താ പറഞ്ഞത്? 3 ഷർത്തുകളാ തൗബക്കുള്ളത്. ഒന്ന് തെറ്റി ഞാൻ ചെയ്യൂല എന്നുള്ള അസ്മ, ഇനി ഞാൻ തെറ്റിലേക്ക് മടങ്ങൂല എന്നുള്ള ഉറപ്പ്. തെറ്റിനെ തൊട്ട് പൂർണ്ണമായും കൽഹ് എന്നാ പറയാ, വേറിങ്ങനെ പിഴുതെടുക്കുന്നതിനാ കൽഹ് എന്ന് പറയാം. ഈ 3 കാര്യങ്ങളുണ്ടോ അവന്റെ തൗബ സ്വീകരിക്കുന്ന. അല്ലാണ്ട് നമ്മൾ എന്താക്കരുത്, തൗബ ചെയ്യുമ്പോഴോ ഇനി നാളെ ഒരു തെറ്റ് ചെയ്യാനുണ്ട്, ഒരാളെ കോൾ ചെയ്യാനുണ്ട്, ഒരു അന്യ സ്ത്രീയെ ചാറ്റ് ചെയ്യാനുണ്ട്, ഇന്ന് എന്തായാലും ചെയ്യില്ല എന്നുകൊണ്ട് തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കൂല. നമ്മളെ ശ്രദ്ധിക്കണം അത്. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ ആ ഒരു മനസ്സോടെ തൗബ ചെയ്താൽ വീണ്ടും നമ്മൾ എന്തിൽ പെട്ട് പെട്ട് ഈമാനുള്ളവരായി പിന്നെ ഈ മഹാന്മാര് പറഞ്ഞോലോടൊപ്പം ഇങ്ങനെ നിന്നൊടുക്കുക. അപ്പൊ എന്താ ഓലിങ്ങനെ പോകുമ്പോ അൽ മർഉ മഅ മൻ അഹബ്ബ ഷഫീഉനാ റസൂലുള്ളാഹി. ആ ടീമിൽ പെടുന്ന ആ ഇബാദുർ റഹ്മാൻ. ഇപ്പൊ കുറെ പറഞ്ഞല്ലോ, നല്ല വിനയുള്ളവരായിരിക്കും. അതുപോലെ വേറെ ആരെങ്കിലും ഒന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നമ്മളെ കയർക്കുമ്പോൾ സലാം കിട്ടോ എന്ന് പറയും. പിന്നെ അതുപോലെ തെറ്റ് ചെയ്താൽ ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എൻ്റെ ചില സച്ചരിതരായ അടിമകളുണ്ട്, അവരുടെ മേലിൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. ഈ 3 എണ്ണം പറഞ്ഞതിന് ശേഷം ഒരു ഹദീസ് കൂടി പറയാണ്ട്, ഇന്ന ലില്ലാഹി ഇബാദൻ. അള്ളാഹ്ക്ക് ചില അടിമകളുണ്ട്, അള്ളാഹ്ക്ക് ചില സച്ചരിതരായ അടിമകളുണ്ട്. ഇഖ്തസ്സഹും. അവരെ പ്രത്യേകം അള്ളാഹു സെലക്റ്റഡ് പീപ്പിൾ ആണ്. അവര് പ്രത്യേകം അള്ളാഹു അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാ പറഞ്ഞത്. വെറുതെ വന്നിരുന്നു എന്നല്ല പറഞ്ഞത്, അവർ സ്പെഷ്യൽ കാൻഡിഡേറ്റ്സ് ആണ്. കാരണം എന്താ? ജനങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് തണലേകാൻ, ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, ജനങ്ങൾക്ക് സാന്ത്വനമേകാൻ, ജനങ്ങൾക്ക് എല്ലാവിധത്തിലും സന്തോഷം നൽകാൻ, അവരിൽ ഒരു പുഞ്ചിരി വിടർത്താൻ ഏറ്റവും നല്ല ഒരു ടീമായി ചില അടിമകളെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഇന്റെ ഇന്നാലിന്റെ ഫ്രണ്ടിന് അള്ളാഹ് തൗഫീഖ് കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ പ്രത്യേകം അൽഹംദുലില്ലാഹ് പറയണം. നമ്മൾ സംഘടനയുടെ വക്താക്കളായി ശരി തന്നെ, ചില സ്ഥാനങ്ങൾ അള്ളാഹ് തന്നു, അതുമല്ല പ്രത്യേകം നമ്മളിപ്പോ ഒരു പ്രത്യേക പദ്ധതിയുമായി അതിലും നാം മെമ്പറായെങ്കിൽ നമ്മൾ ഹവാസുൽ ഹവാസ് സ്പെഷ്യലൈസ്ഡ് പീപ്പിൾ നിന്ന് വീണ്ടും സ്പെഷ്യലൈസേഷൻ, വീണ്ടും നമ്മെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ ഇതിനെ പറ്റിയല്ലാന്ന്. അങ്ങനെ തോന്നണം, നമുക്ക് എപ്പോഴും തോന്നണം. നമ്മൾ ഏത് വലുപ്പത്തിലെത്തിയാലും ഇതിന് പറ്റൂലേ തോന്നണം. മറിച്ച്
ഞാനിതിനൊക്കെ പറ്റിയ ആളാണ്, എൻ്റെ ഒപ്പമുള്ളതും പറ്റിയതെല്ലാം തോന്നിയാൽ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, അത് പറ്റൂല. ഐ ആം നോട്ട് ഓക്കെ, വി ആർ ഓക്കെ എന്നുള്ള രൂപത്തിലേക്ക് നമ്മളെല്ലാവരും ശരിയാണ്, ഞാൻ മാത്രം മോശമാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുത്തവരെ കുറിച്ച് ആ ഹദീസിന്റെ പൂർത്തീകരണം പറയുന്നുണ്ട്. അവർക്ക് അന്ത്യനാളിൽ ശിക്ഷയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് അന്ത്യനാളിൽ ശിക്ഷയില്ല, ഹിസാബില്ല. കാരണം എന്താ? അവര് ജീവിക്കണ സമയത്ത് അവരെ സന്തോഷത്തോടു കൂടെ മറ്റുള്ളവനെയും, അതല്ലേ നമ്മളെപ്പോഴും നബിയത്തിനെയൊക്കെ ഇല്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുരുന്നവൻ ഇസ്ലാമിൽ പെട്ടനലാകണം, അങ്ങനെ ഒച്ചപ്പാട് നമ്മൾ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമല്ല അത്. അതുപോലെ നിങ്ങൾ മതവിശ്വാസി അല്ലെങ്കിൽ പോലും അക്രീം ജാറക്ക വലൗക്കാന കാഫിറ, ആരും അല്ലെങ്കിൽ നിങ്ങൾ അയൽവാസി നിങ്ങൾ ബഹുമാനിക്കണം. ഇതൊക്കെയാണ് ഈ സംഘടന എന്ന് പറയുന്നത്. സംഘടന ആദ്യം നമ്മളിങ്ങനെ ഇങ്ങനെ 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 കാണണം. ഇത് അവനൊരു SYS കാരനാന്ന് പറയുമ്പോൾ കാണണം. ഇവിടുന്ന് SYS കാരനാണ്, ടൗണിൽ പോയി ഭാര്യൻ്റെ ഒപ്പരം നടക്കുമ്പോൾ SYS കാരനല്ല. കാരണം എന്താ? ഓളൊന്നും മറിച്ചിട്ടുണ്ടാവില്ല, ഓൾ നല്ല ഷാറിൽ എല്ലാം വാങ്ങും, എല്ലാ ഡ്രസ്സും ഒക്കെ ഇട്ടെടുക്കും. കാരണം അല്ലെങ്കിലോ ഓളെ പിണക്കം. അതുപോലെ നമ്മളെ മക്കളോ ജീൻസ് പാൻറ് ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ തോന്നിയാസം നമ്മളെ മക്കൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആരാണ്? ഞാൻ SYSന്റെ സെക്ടർ പ്രസിഡന്റാണ്. ഇത് പറയും, ബാക്കിയൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ പരിപാടിക്ക് വരാത്തതല്ല, കുരുത്തക്കേട് കിട്ടും, ഉറപ്പാ കുരുത്തക്കേട് കിട്ടും. മറിച്ച് ഇനി ഇങ്ങനെയൊക്കെ ആയെങ്കിലും പതിയെ പതിയെ നമുക്ക് വീട്ടുകാരെ നന്നാക്കാൻ പറ്റും. റബ്ബർ ബാൻഡ് ഇല്ലേ, റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചങ്ങ് പിടിച്ചാൽ നല്ലോണം വലിച്ചൊന്നെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ നമ്മളെ കൈ വിട്ടാൽ ഒന്നും ഇല്ലാണ്ടായി പോകും. അതുപോലെ ആവും ചെയ്യരുത്. മറിച്ച് മെല്ലെ മെല്ലെ ശരിയാക്കി ആദ്യം നമ്മുടെ വീട് നമ്മൾ ശരിയാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്താക്കണം? നമ്മുടെ അടുത്തുള്ളവർ നമ്മളിങ്ങനെ കാണണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ട്. ആ അള്ളാന്റെ റസൂൽ ആരെ കണ്ടാലും പുഞ്ചിരിക്കും, ആരോടും നല്ലപോലെ പറയും. തായിഫിൽ നിന്ന് കല്ലേറ് കിട്ടിയ കഥ എല്ലാവർക്കും അറിയില്ലേ? തായിഫിൽ പോയിട്ട് പ്രവാഹം നടത്തിയപ്പോൾ കുട്ടികളടക്കം വന്നിട്ട് കല്ലെറി. ആരെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ? അപ്പം ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ അതാപുട്ടുക. അതേപോലെ സംഘടന ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കട ഉണ്ടാവും, മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പറയാം, എനിക്ക് കടക്കണ്ട് ചങ്ങായി ഇന്നെ വിളിക്കല്ലേ എന്ന് നമ്മൾ സെക്രട്ടറിയോട് വിളിക്കുമ്പോൾ, മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ചൂടാൻ പാടില്ല. മറിച്ച് ഞാൻ നോക്കട്ടെ, ഞാൻ ആ പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ് ഉടനെ ഞാൻ ഓടിയെത്താം എന്ന് പറയുമ്പോൾ ആ നേതൃത്വത്തിലുള്ളവർ എന്തൊരു നല്ല മനുഷ്യനാണ്, അള്ളാഹുക്ക് വലിയ ബർക്കത്തായിട്ട് നിങ്ങൾ അറിയാതെ ദ്വാരക്കും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് വേണ്ടി കാണാതിരിക്കുമ്പോൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുത്തായ തങ്ങൾ ഉത്തമ മാതൃക ഉണ്ട് പറയുമ്പോൾ ആ റസൂലുള്ള ഭാര്യനെ അടിച്ചിട്ടില്ല, മക്കളെ ചീത്ത പറഞ്ഞിട്ടില്ല, മക്കളെ അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കൊന്നത് ഒരൊറ്റ ആളെ കൊന്ന്. എന്തുകൊണ്ടാ കൊന്നേ? ഇങ്ങോട്ട് വന്നിട്ട് കൊന്നിട്ട് കൊല വിളിക്കാൻ നോക്കിയപ്പോഴേ മാത്രമല്ല, അത്രത്തോളം ബുദ്ധിമുട്ടിച്ചപ്പോൾ ഒരാൾ മാത്രമാണ്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിപ്പോയപ്പോൾ പോയതാണ്. ഏതായാലും ആ അള്ളാന്റെ റസൂലാണ് നമുക്ക് മാതൃക. ആ അള്ളാന്റെ റസൂലിന്റെ ജീവിതം നമ്മളെടുത്തുണ്ടോ? ഉറപ്പാ. നമ്മൾ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാലം അങ്ങോട്ട് നടന്നു വെക്കുമ്പോൾ അത് ബഹുമാനിക്കാനും അത് ആദരിക്കാനും എത്ര ആൾക്കാരുണ്ടാവും. അല്ലാതെ നമ്മൾ ദിവസം സർക്കുലർ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ കുറെ ബെഞ്ചുമേൽ അടിച്ച് കുറെ നമ്മൾ അങ്ങോട്ട് പോയി, പിന്നെ നമ്മൾ കുറെ ഫുഡ് ഉണ്ടാക്കി കുറെ ആൾക്കാരോട് സംഘടനയുടെ ഒരു 500 പേരണം, ഇതെന്താ നോക്കി തിരിയില്ല. നേരെ മറിച്ച് അബ്ദുറഹ്മാൻ മൂപ്പര് വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു പദ്ധതിക്കായിരിക്കും, നല്ലൊരു മനുഷ്യനാണ്, മൂപ്പരെ കൊണ്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ചോദിക്കാതെ പൈസ കിട്ടും, നിങ്ങൾ ചോദിക്കാതെ കാര്യങ്ങൾ നടക്കും, ഉറപ്പാ നടക്കും. നമ്മുടെ നാട്ടിൽ തന്നെ SYSൽ ഒരാൾ അഷ്റഫ് ഖാൻ, ചിലപ്പോൾ അറിയാൻ മതിയാവും, ജില്ലയിൽ വരെ മൂപ്പര് നല്ലോണം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. മൂപ്പർക്ക് ഇപ്പോൾ സംഘടന വീടെടുത്ത് കൊടുത്തത്. എന്താ പറയുക, മൂപ്പര് വെള്ളയിൽ ആദ്യം തോപ്പയിലായിരുന്നു, പിന്നെ കണ്ടംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഓരോ പ്രവർത്തനമൊക്കെ കണ്ണെന്ന് വെള്ളം വരും. നമ്മളൊന്നുമല്ല, മൂപ്പര് SYSലാണുള്ളത്. ക്യാംജന്റെ പോസ്റ്റർ മൂപ്പർ തന്നെ ഒട്ടിക്കല്, സമസ്തന്റെ പ്രസിഡന്റ് എന്താ പറയുക പോസ്റ്റർ പോലെ ഒട്ടിക്കല്, നാട്ടിൽ ഏതെങ്കിലും ദവാ കോളേജും ദർസൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരനെ ഒട്ടിക്കും, SSFന്റെ മൂപ്പർ ഒട്ടിക്കും, ഇനി മായവിൽ സംഘത്തിന് എന്തെങ്കിലും കൊടുത്താൽ അതും ഒട്ടിക്കും. എപ്പോഴും ഒട്ടിക്കുന്ന അറിയും. മൂപ്പര് പണിക്ക് പോകുമ്പോൾ ഇങ്ങനെ വണ്ടീൻ്റെ മുന്നിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ടോ മൂപ്പര സ്റ്റാറ്റസ് ഇപ്പോഴും എനിക്ക് ഉറപ്പാണ്, ഒരു 15ഓളം സ്റ്റാറ്റസ് ഉണ്ടാവും മൂപ്പര് ഒരൊറ്റ ദിവസം ഇടും.
ഇടുന്നതൊന്നും മൂപ്പര ഫോട്ടോ ഇല്ല, ഒരൊറ്റ ഫോട്ടോ മൂപ്പരിടില്ല. മൂപ്പര് ഒന്നെങ്കിലും ഇടുണ്ടാവുക വീട്ടിൽ മൂപ്പര് മക്കളൊക്കെ കൂട്ടിയിരുത്തി പെൺമക്കളടക്കം എല്ലാവരും ഫുള്ള് മറിച്ച് സുമ്ര നടത്തുന്നത്. മൂപ്പർക്ക് സുമ്ര നടത്തണോ? ആണുങ്ങൾ വലിയ ആൾക്കാരാണ് വീട്ടിൽ സുമ്ര നടത്തൽ, ചെറിയ മക്കളല്ലേ ഫാമിലി സുമ്ര നടത്തേണ്ടത്. കൊറോണ സമയത്ത് തുടങ്ങിയ പദ്ധതിയാണ് ഫാമിലി സുമ്ര. മൂപ്പര് ഇപ്പോഴും നടത്തലുണ്ട്, അത് കൃത്യമായി നടത്തും. അങ്ങനെ മൂപ്പര് ഒന്നുമല്ല. ആ വീട് ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. വീട് തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പര് ആ സമയത്തും ചെയ്തത് 1500 ഉറുപ്പിക സംഘടനക്ക് കൊടുത്ത്, മാത്രമല്ല മോനെ മുത്താലിമാക്കാൻ പറഞ്ഞു വിട്ട് എല്ലാം ചെയ്തിട്ട് മൂപ്പര് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇത്രയ്ക്ക് അറിയൂ എന്നുള്ള ഭാവത്തിലങ്ങ് നടക്കും. ഏത് ആലിമീങ്ങളെ കണ്ടാലും ബഹുമാനിക്കും. മൂപ്പര് നാവുകൊണ്ട് ഒരൊറ്റ ആലിമിനെയും മൂപ്പര് പോരാ, മൂപ്പര് ശരിയില്ല, മറ്റവർക്ക് തിരിയില്ല, ഇവർക്കാണ് തിരിയ, ഇവർക്കാ കാഴ്ചപ്പാട്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് സംഘടന നിൽക്കുന്നെങ്കിൽ ഉറപ്പാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല. ഒക്കെ വെള്ളത്തിലേറിയ മഷി പോലെ ഇങ്ങനെ പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. അങ്ങനെയുള്ള അടിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രത്യേകക്കാരായ അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് പ്രത്യേകം ജനങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് അവരെ തിരഞ്ഞെടുക്കും. നമ്മളൊക്കെ അതിൽ പെട്ടീനെ അള്ളാഹു നിലനിർത്തി തരട്ടെ. മരണം വരെ ഈ ഒരു പേരിൽ മരിക്കുമ്പോൾ SOS പ്രവർത്തനം